ഹായ്, നമസ്കാരം. എൻ്റെ പേര് നവതി. ഞാൻ മലപ്പുറം ജില്ലയിലെ കാലടി ഗ്രാമപഞ്ചായത്തിൽ LSGD ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ 2015 പാസ് ഔട്ടാണ് ബിടെക്. 2017 എംടെക്കും പാസ് ഔട്ടായി. എംടെക്കിന് ശേഷം 2 വർഷം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ കല്യാണം, കുട്ടി, അങ്ങനെ ഒരു 3 വർഷം പോയി. ഞാൻ അബ്രോഡായിരുന്നു ആ ടൈമിൽ. മോൾക്കൊരു 2 വയസ്സായ ടൈമിൽ ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ തോന്നി PSCക്ക് ജോയിൻ ചെയ്തേക്കാം, എന്തായാലും വെറുതെ ഇരിക്കുന്ന ഒരു ടൈമാണ്, മോളെ നോക്കാനാണെങ്കിലും വീട്ടിലാളുണ്ട്. അങ്ങനെ വിചാരിച്ചപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നത്. ഹരിദാസ് എന്നാണ് പേര്. ഹരിദാസ് ഏട്ടൻ പറഞ്ഞു, ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷിൻഡോ സാറ്. ആൾക്ക് PSC കോച്ചിങ് സെന്റർ ആണ്, സിവിലിന്റെ മാത്രമായിട്ടുള്ള. മോളെന്തായാലും അവിടെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ജോയിൻ ചെയ്യാം. കാരണം ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു ഷിൻഡോ സാറിന്റെ പേരും ഹോളിമാത എന്നുള്ള പേരൊക്കെ ഓൾറെഡി പല സ്ഥലത്തൊന്നും കേട്ടിട്ട് ഉണ്ടായിരുന്നു, അറിയായിരുന്നു. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യാൻ തന്നെ വിചാരിച്ചു. ജോയിൻ ചെയ്യാൻ വേണ്ടി സാറിന്റെ അടുത്ത് ചെല്ലുന്നത് 2023 സാറ് ചെന്നപ്പോ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, 3 വർഷം അല്ലെങ്കിൽ മിനിമം 2 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഞാൻ ഓക്കെ പറഞ്ഞു, അങ്ങനെ ജോയിൻ ചെയ്തു. അഞ്ജിത മിസ്സും മിഥുൻ സാറായിരുന്നു അപ്പോൾ ക്ലാസ് എടുക്കണ്ടായിരുന്നത്. നല്ല ക്ലാസ്സുകളായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഓൺലൈനായിട്ട് ജിത മിസ് ക്ലാസ് എടുക്കണ്ടായിരുന്നു. മിസ്സിന്റെയും നല്ല ക്ലാസ്സാണ്. അതിന്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഓൺലൈനായിട്ട് നടക്കണ്ടായിരുന്നു. അത് ചാന്ദിനി മിസ്സും രേഷ്മ മിസ്സുമാണ് ചെയ്തിരുന്നത്. അതും നല്ല യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഒരു 6 മന്ത്സ് കൊണ്ട് എല്ലാ സബ്ജക്റ്റിന്റെയും തിയറി പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു, കവർ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു റിവിഷൻ ക്ലാസ്സിലേക്കാണ് ഞങ്ങള് ആക്കിയത് സാറ്. അതിനിടയ്ക്ക് കുറെ എക്സാംസ് നടന്നു. എനിക്ക് പല എക്സാംസ് എഴുതാൻ പറ്റിയിട്ടുണ്ടായില്ല, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ റിവിഷൻ ക്ലാസ്സിൽ വന്നപ്പോൾ നല്ലൊരു റൊട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതായത് ഓരോ വീക്കിലും ഓരോ സബ്ജക്ട്സ് തരും, ആ സബ്ജക്ട്സ് കവർ ചെയ്യും. പിന്നെ സബ്ജക്റ്റിന്റെ നിമി കവർ ചെയ്യും, റാങ്ക് ഫയൽ കവർ ചെയ്യും, അതിന് കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യും. അങ്ങനെ ഒരു റുട്ടീനായിട്ട് റിവിഷൻ ക്ലാസ് പോകുന്നുണ്ടായിരുന്നു. റിവിഷൻ ക്ലാസ്സിൽ വന്നപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടാൻ തുടങ്ങി. റിവിഷൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം എഴുതിയ പല എക്സാമിനും സപ്ലിമെന്ററി ലിസ്റ്റിൽ വരാൻ തുടങ്ങി. അപ്പൊ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൂടി, ലിസ്റ്റിൽ വന്ന് തുടങ്ങിയല്ലോ എന്നുള്ളത്. അങ്ങനെ അങ്ങനെ തന്നെ അതിന്റെ ഇടയ്ക്ക് അബ്രോഡ് പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്തും ഓൺലൈനായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ റിവിഷൻ കണ്ടിന്യൂ ചെയ്തു പോയി. പിന്നീട് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന്റെ എക്സാം വന്നു 2025 ഒരു മാർച്ച് തുടങ്ങിയാണ് അതിനു വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയത്. നമുക്ക് അവിടെ എന്ന് വെച്ചാൽ ഹോളിമാതയിൽ നല്ലൊരു ഗ്യാങ് ഉണ്ട് കൂടെ ഇരുന്ന് പഠിക്കാൻ. ഞാൻ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച പെട്ടെന്ന് മടുക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാങ് ഉള്ളപ്പോ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോ അങ്ങനെ പെട്ടെന്ന് മടുക്കില്ല. പിന്നെ ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മോട്ടിവേഷൻ വരും, നമുക്കും പഠിക്കണം എന്നുള്ളത്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെയാണ്. നമുക്കൊരു പ്രഷറൈസ് ചെയ്തിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ നമുക്ക് അങ്ങനെ നല്ലൊരു ഗ്യാങ് ഉള്ളത് കൊണ്ട് തന്നെ ഡെയിലി പോകാനൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് അവിടെ പോയിരുന്ന് പഠിക്കാനൊക്കെ. അങ്ങനെ ഡെയിലി പോവും. അങ്ങനെ ഫസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ റിവിഷൻ പോകുന്നുണ്ടായിരുന്നു. നല്ല ഹാർഡായിട്ട് തന്നെ പഠിക്കണ്ടായിരുന്നു ആ ടൈമിൽ. ഡെയിലി ഓരോ സബ്ജക്ട്സ് തരുന്നുണ്ടാവും, ഓരോ വീക്കിലും ഓരോ സബ്ജക്ട്സ് തരുന്നുണ്ടാവും. ആ വീക്കിൽ തന്നെ നമ്മൾ നിമി ഫുള്ളായിട്ട് കവർ ചെയ്യും, റാങ്ക് ഫയൽ ഫുള്ളായിട്ട് കവർ ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അതും കവർ ചെയ്യും. പിന്നെ നമുക്ക് പലതവണയായിട്ട് തന്നിട്ടുള്ള ആ സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഉത്തരം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ഗ്രേഡിന്റെ റിവിഷൻ അങ്ങനെയാണ് പോയത്. നല്ല ഒരു രീതിയിൽ തന്നെയായിരുന്നു പോയിണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഫസ്റ്റ് ഗ്രേഡിന്. PYQ ക്വസ്റ്റ്യൻസും റിവിഷൻ ചെയ്യാറുണ്ട് കേട്ടോ. ഡെയിലി ഓരോ PYQ പേപ്പർ എടുത്തിട്ട് അതും റിവിഷൻ ചെയ്യാറുണ്ട്. അതാണ് പറഞ്ഞത്, നല്ലൊരു ഗൈഡൻസും നല്ല രീതിയിലുള്ള ഒരു റിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റ് ഗ്രേഡ് ലെവലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ AE ലെവലിലേക്കൊന്നും അങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഫസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞ് വരുന്ന LSGD AE എക്സാമിനും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ തുടർന്ന് വന്ന പല എക്സാമിനും PWD സെക്കൻഡ് ഗ്രേഡ്, LSGD സെക്കൻഡ് ഗ്രേഡ്,
LSGD ഇതിലൊക്കെ മെയിൻ ലിസ്റ്റിൽ വരാൻ പറ്റി. ഇതിന്റെ ഇടയ്ക്ക് പല സമയങ്ങളിൽ നമുക്ക് പഠിത്തം നിർത്തണം എന്ന് തോന്നിയ സമയങ്ങളുണ്ട്. പഠിത്തത്തിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ സമയങ്ങളുണ്ട്. അതൊക്കെ അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് സാറിന്റെ മീറ്റിംഗ് ആണ്. എല്ലാ സൺഡേസിലും ഷിൻഡോ സാറിന്റെ മീറ്റിംഗ്സ് ഉണ്ട്. ആ മീറ്റിംഗ് കേട്ടാൽ തന്നെ നമുക്ക് അടുത്ത ഒരാഴ്ചത്തേക്കുള്ള പഠിക്കാനുള്ള എനർജി കിട്ടും. പിന്നെ ഡെയിലി മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് സാറിന്റെ വോയിസ് മെസ്സേജ് ആയിരിക്കും. സാറിന്റെ മോട്ടിവേഷൻ കേട്ടിട്ടായിരിക്കും നമ്മൾ ഡെയിലി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയാ, ഒരു മടുപ്പ് തോന്നാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറിനോടുള്ള താങ്ക്സ് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റണതല്ല. അതിൻ്റെ ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ജോലി കിട്ടുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ജോലി കിട്ടുമ്പോൾ അത്ര അധികം സന്തോഷമാണ്. ഇനിയും ജോലി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, ലിസ്റ്റുകളിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ വേഗം കിട്ടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പിന്നെ പറയാനുള്ളത് ഫാമിലി, എല്ലാത്തിനും എന്തിനും സപ്പോർട്ടായിട്ട് നിന്നൊരു ഫാമിലി ഉണ്ട്. ഹസ്ബൻഡ് ഉണ്ട്, എന്തിനും സപ്പോർട്ടായിരുന്നു. നീ പഠിക്കുന്ന അത്രയും പഠിക്കും, നിനക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടുന്ന അത്രയും നീ പഠിക്കും എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ടായിട്ടുള്ള ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും നന്ദി അങ്ങനെ നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റുന്നതല്ല. പിന്നെ ഇനി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. PSC പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 3 വർഷം അതിനായിട്ട് വെക്കുക. വേറെ ഒന്നിനും പോകണ്ട. പല ആളുകളും പറയും ഇതൊന്നും പഠിച്ചാൽ കിട്ടില്ല, ഇങ്ങനെയൊക്കെ പോയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ, ഗവൺമെന്റ് കാര്യമാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ പഠിക്കാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുക തന്നെ ചെയ്യുക. 3 വർഷമോ 2 വർഷമോ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കുക. എന്തായാലും കിട്ടും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.